വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലീൽ. അപ്പോൾ നമ്മുടെ യാത്ര 23ാമത്തെ ദിവസം നമ്മളിപ്പോൾ ലഡാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ. അത് കണ്ടതിന് ശേഷം നമ്മൾ ലഡാക്കിലേക്കുള്ള ഈ വഴിയിലുള്ള കാഴ്ചകളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക. കാര്യമായിട്ടൊന്നും തന്നെ പറയണ്ട എന്ന് എനിക്ക് 100% കാറിൻ്റെ ഒരു വാട്ടർ സർവീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ വാട്ടറിൽ ഫ്രീ ആയിട്ട് വാട്ടർ സർവീസ്. കാർഗിൽ 5 കിലോമീറ്റർ, ലേ 235. വെൽക്കം ടു കാർഗിൽ. അപ്പോൾ നമ്മൾ കാർഗിൽ എത്തിയിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തുന്നതാണ്. നല്ലൊരു വ്യൂ കാണുമ്പോഴത്തേക്ക് എന്താ അല്ലേ, ഒരു പുഴ ഒഴുകുന്നത്, ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം.
ലേ 225 കിലോമീറ്റർ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ മലകളുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ. നമുക്കിത് ഇന്ത്യ തന്നെയാണോ എന്ന് തോന്നിപ്പോ. ജിപ്സിയൊക്കെ മേളിൽ കയറ്റി വെച്ചിരിക്കണം. ഇപ്പം അതിൻ്റെ ചാടിക്കാൻ പോണ പോലെ ഇരിക്കണം. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ വീടുകളും ആ മലനിരകളും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. നമ്മളങ്ങനെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ക്രോസ് ചെയ്ത് ഇപ്പോൾ ലഡാക്ക് എന്ന് പറയുന്ന ഇന്ത്യയുടെ വടക്കേ അറ്റത്ത യൂണിയൻ ടെറിട്ടറി നിൽക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ടിക്കൊട്ടിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുവാണ്. JNK നമ്മൾ ടിക്കൊട്ടിക്കുവാണ്. ഡൺ. നിങ്ങൾ നോക്കി ഇവിടുത്തെ വ്യൂ. കാർഗിൽ ടൗൺ ആണ് നമ്മൾ കാണുന്നത്. ഒരു പുഴ ഒഴുകി പോകുന്ന അതിൻ്റെ രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളൊക്കെ കെട്ടി അതിൻ്റെ മേലിലോട്ട് നല്ല ചുമന്ന അല്ലെങ്കിൽ ചെമ്മണ്ണ് പോലത്തെ കളറിൽ മലകളും നല്ല ബ്ലൂ സ്കൈയും താറും. കാർഗിലിലെ ഒരു പെട്രോൾ പങ്കാണ്. ഇവിടെ ഒരു JNK ബാങ്കിൻ്റെ ഒരു ATM ഉണ്ട്. നമുക്ക് കുറച്ച് പൈസ എടുത്തിട്ട് പോയാൽ. ചത്തുകൂട്ടെ ഏത് ഇടിയേറ്റും ഏത് ഇനി ഡിലീറ്റ് ചെയ്ത് കളയുന്നുള്ളത് മാത്രം മനസ്സിലായിട്ടില്ല. അതായത് ബുദ്ധ സംഭവങ്ങൾ, ബുദ്ധൻ്റെ എന്താ പറയുക സ്തൂപകൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലഡാക്ക് കൂടുതലും ഫേമസ് ബുദ്ധന്മാരുടെ ഇതാണ്. ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ടോ ബുദ്ധിസ്റ്റുകളുടെ മറ്റേ ആ ബെല്ല് നമുക്ക് ബെല്ലല്ല എന്താ പ്രയർ വീൽസ് എന്നൊക്കെ പറയണം. അത് നമുക്ക് കാണാം. എന്താണ് പ്രകൃതി കാണിച്ചു വെച്ചിരിക്കുന്നത്. സൺലൈറ്റും ആ മേഘങ്ങളുടെ കളർ എല്ലാം കൂടി എന്താണല്ലേ പ്രകൃതിയുടെ ഒരു വിരുന്നെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ലഡാക്കിനെ കീഴടക്കുമല്ല, ലഡാക്ക് ഞങ്ങളുടെ മനസ്സിനെ കീഴടക്കുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്രയും ബൈക്കേഴ്സ് എന്തിനാണ് ഇങ്ങോട്ട് ഓടിച്ചു പോരുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ റോഡുകൾ. എത്രമാത്രം എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ വന്നപ്പോൾ മനസ്സിലായി. എത്ര ഓടിച്ചാലും മതിയാവാത്ത റോഡുകൾ. അത് മലകളെന്ന് പറഞ്ഞാൽ പല ടൈപ്പാണ്. നോക്കിയേ, ഒരു മലയുടെ സ്വഭാവമല്ല അതിൻ്റെ അപ്പുറത്തെ മലകൾ. നമ്മളൊരു വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് സ്വഭാവമുള്ള മലനിരകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലേയിലേക്ക് പോകുന്ന വഴി ഏതോ ഒരു സ്ഥലം, അറിയില്ല എവിടെയാണെന്നുള്ളത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ വണ്ടി ഇവിടെ അങ്ങ് ഒതുക്കുവാന്ന് വിചാരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ കാഴ്ചകൾ രാത്രി ആയി പിന്നെ നമുക്ക് പലതും മിസ് ചെയ്യും. നിങ്ങളെ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ മേലെ റൂം കണ്ടു. 1000 രൂപയാണ് പറയുന്നത്. നമ്മൾ ബാർഗൈൻ ചെയ്ത് നോക്കി 1200 എന്നുള്ളത് 1000 വരെ എത്തിച്ചു. അപ്പോൾ വണ്ടി ഇവിടെ കയറ്റിയിടാമെന്ന് വിചാരിക്കുന്നത്. അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തേക്ക് വീടുകളുണ്ട്, ഇങ്ങനെ എന്തോ ചെളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഇനി അങ്ങോട്ട് പോയാൽ ഈ കാഴ്ചകളൊക്കെ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ അത് എല്ലാവരെയും കാണിക്കണ്ടേ. അപ്പോൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിക്കണം ഇവിടെ ബുക്ക് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി നിമു എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു ഫ്രണ്ട് നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ
അവിടെ വരെ ഓടിയെത്തുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഇരുട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ പരിപാടിയിൽ ചെറിയ മാറ്റം വരുത്തുവാണ്. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ. വണ്ടിയുടെ രാശ് പാർക്ക് ചെയ്യുകയാണ്. നമ്മൾ റൂമിൽ നിന്ന് വണ്ടി കാണാവുന്ന രീതിയിൽ തന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം.